ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാംസിനെ കുറിച്ച് പറയാനായിട്ടാണ്. PSC ഈ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ മാസത്തിലെ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയാൻ പോകുന്ന എക്സാമുകൾക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ മുതൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാംസ്, അതുപോലെ എത്ര പേര് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഈ തസ്തിക്ക് എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുള്ള പോസ്റ്റാണ്. അത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ എക്സാം വിളിച്ചിട്ടുള്ളത്. എക്സാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 9 എക്സാം ഡേറ്റ് വരുന്നത്. അതുപോലെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇന്ന് മുതൽ, അതായത് ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന ഇന്ന് മുതൽ 12/7/2024 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്കൽ എക്സാമുകളുടെ എല്ലാ കൺഫർമേഷൻ ഡേറ്റും സെയിം തന്നെയാണ്. 23/6/2024 മുതൽ 12/7/2024 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഫോണിൽ ഒരു OTP വരും. ഈ സെയിം OTP നിങ്ങളുടെ ഇമെയിലും വരും. ചിലപ്പോൾ ഫോണിൽ OTP വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യുക. ഇമെയിലിൽ OTP വന്നിട്ടുണ്ടാവും. ആ OTP എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ടൈമിനുള്ളിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതാണ്. സോ കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും വേഗം തന്നെ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ 7864 പേരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് എത്ര അഡ്വൈസ് ആണെന്ന് നോക്കാം. 33 അഡ്വൈസ് ആണ് ലാസ്റ്റ് ഈ തസ്തികയിലേക്ക് നടന്നിട്ടുള്ളത്. ഇപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റ് ഇല്ല, എക്സ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടായിരിക്കും ഈ പറഞ്ഞ തസ്തികയിലേക്ക് നിയമനം പോകുന്നത്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അടുത്ത പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ് ആൻഡ് സിവിൽ. അപ്പം സിവിൽ ഡിപ്ലോമ BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു പോസ്റ്റ് ആയിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ് ആൻഡ് സിവിലിൻ്റെത്. അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. 11/9/2024 എക്സാം PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൺഫർമേഷൻ ഡേറ്റ് സെയിം തന്നെയാണ്. 23/6/2024 മുതൽ 12/7/2024 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. 21,968 പേരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര വലിയൊരു നമ്പർ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാര്യം ഈ കൺഫർമേഷൻ പീരീഡിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ കുറേ പേര് പുറത്തായിട്ട് പോകും. അതുപോലെ തന്നെ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണവും ഇതിൻ്റെ ഒരു 20-30% മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മാക്സിമം സിലബസ് മനസ്സിലാക്കി. ഇപ്പോൾ ഈ എക്സാം ഡിക്ലെയർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിലബസും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് മനസ്സിലാക്കി ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് വേണം ഇനിയുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ ലാസ്റ്റ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ 109 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിട്ടുള്ളത്. അപ്പം ഇപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 2/11/2024 മാത്രമേ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകത്തുള്ളൂ. അപ്പോൾ പുതിയ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയതിനു ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് 109 അഡ്വൈസ് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ അഡ്വൈസ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ PSC ലാസ്റ്റ് അഡ്വൈസ് എത്രയാണോ പോയിട്ടുള്ളത് അതിന് ആനുപാതികമായിട്ട് തയ്യാറാക്കാം. അതല്ലെങ്കിൽ നിലവിലെ വേക്കൻസിക്ക് ആനുപാതികമായിട്ട് തയ്യാറാക്കാം. സോ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് അഡ്വൈസ് വരുന്ന ഒരു തസ്തികയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ് ആൻഡ് സിവിലിൻ്റെത്. നിങ്ങൾ എത്രയും വേഗം തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അടുത്തത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം ആണ്. ഇത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ എക്സാം വിളിച്ചിട്ടുള്ളത്. 24/9/2024 ഈ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൺഫർമേഷൻ ഡേറ്റ് സെയിം തന്നെയാണ്. 17,498 പേരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്പർ ഓഫ് അഡ്വൈസ് തന്നെയാണ്. 454 അഡ്വൈസ് ആണ് നിലവിൽ ഈ തസ്തികയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത്. നിലവിൽ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആണ്. അപ്പോൾ ഇനി ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നമുക്ക് 300-ലധികം അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം മുൻപ് നമ്മളൊരു സിലബസ് ബേസ് ചെയ്ത് ഇപ്പം പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിന് വേണ്ടിയുള്ള സിലബസ് PSC ഈ സെയിം എക്സാമിന് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിലബസിൽ നിന്നും ഇപ്പോൾ മാറ്റമുണ്ട്. അപ്പോൾ ആ സിലബസിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പം ഇതാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിൻ്റെ ഒരു സ്റ്റാറ്റസ്. അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തസ്തിക ആണ് അടുത്തത്. 30/9/2024 അതിൻ്റെ എക്സാം വരുന്നത്. കൺഫർമേഷൻ 23/6/2024 മുതൽ 12/7/2024 വരെ കൊടുക്കാൻ സാധിക്കും.
9166 ആപ്ലിക്കൻസ് ആണ് ഈ തസ്തിയിലേക്ക് വന്നിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ 90 അഡ്വൈസ് വരെ പോയ ഒരു തസ്തിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്വൈസ് പോയ ഒരു പോസ്റ്റ് ആയിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ. നല്ലപോലെ തന്നെ നിങ്ങൾ സിലബസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സിലബസ് ഡൗൺലോഡ് ചെയ്ത് എത്ര വേഗം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല, എക്സ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത തസ്തികയാണ് ഇലക്ട്രീഷ്യൻ. ഇത് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതും 30/9/2024 അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, അതുപോലെ ഇലക്ട്രീഷ്യൻ, പിന്നെ ഓവർസിയർ ഗ്രേഡ് 1 ഇൻ ഇലക്ട്രിക്കൽ. ഇതിന് 3ന്റെ സിലബസ്, ഈ 3 എക്സാമുകളുടെ സിലബസ് സെയിം ആണ്. അപ്പോൾ ഈ 3 എക്സാമുകൾക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരൊറ്റ എക്സാമിന് ഈ ഒരൊറ്റ സിലബസ് വെച്ച് ഈ 3 എക്സാമുകളും ക്രാക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ആപ്ലിക്കൻസിന് എന്ന് പറഞ്ഞാൽ 215 പേരാണ്. നിലവിൽ ഈ റാങ്ക് ലിസ്റ്റ് ഇല്ല, എക്സ്പയർ ആയിട്ടുണ്ട്. ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ആണ് അടുത്ത തസ്തിക. ഇത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ ഒരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത്. 30/9/2024 ഈ എക്സാം നടത്തുക. കൺഫർമേഷൻ സെയിം തന്നെയാണ്. 23/6/2024 മുതൽ 12/7/2024 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു സമയമുണ്ട്. 11,014 പേരാണ് ഈ തസ്തികയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല, എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇനി സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാമുകൾ. അപ്പോൾ ഈ എക്സാമുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ സിലബസിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കമന്റ്സുകൾ വരുന്ന അനുസരിച്ച് നമ്മൾ പ്രത്യേക സെപ്പറേറ്റ് ഓരോ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസ് അല്ലെങ്കിൽ RRB അതുപോലെ SSCയുടെ ഒക്കെ ടെക്നിക്കൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ ഇതുപോലെ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.